പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം മയ്യദുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. أعوذ بالله من الشيطان الرجيم إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا عظيما. إن الله നിശ്ചയമായും അല്ലാഹു ലാ യദ്ലിമു അവൻ അനീതി കാട്ടുകയില്ല. മിസ്കാല ദർറത്തിൻ മിസ്കാല അണുവിൻ്റെ തൂക്കത്തോളം. മിസ്കാൽ എന്ന് പറഞ്ഞാൽ തൂക്കത്തോളം. ദർറത്ത് അണു, ഒരു അണുമണിയോളം തൂക്കത്തിന് പോലും അവൻ അനീതി കാണിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കത്തിന് പോലും അവൻ അല്ലാഹു അനീതി കാണിക്കുകയില്ല. വൈൻ തക്കു ഹസനത്തൻ, നിങ്ങൾ ഒരു നന്മ ചെയ്താൽ. ഇൻ തക്കു ഹസനത്തൻ, ഹസനത്ത് എന്ന് പറഞ്ഞാൽ നന്മ. നിങ്ങൾ ഒരണുവിൻ്റെ നന്മ ചെയ്തു എന്നിരിക്കട്ടെ, ഹസനത്തൻ ചെയ്താലും യുദായിഫുഹ, അത് നിങ്ങൾക്ക് ഇരട്ടിച്ച് തരും. അപ്പം നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ഇരട്ടിക്കുന്നതാണ്. വൈൻ തക്കു, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഹസനത്തൻ ഒരു നന്മ, യുളായിഫുഹ അതവൻ ഇരട്ടിച്ചു കൊടുക്കും. വയ്യൂത്തി മില്ലദുൻഹു അജ്റൻ അദീമ, വയ്യൂത്തി എന്നിട്ട് അവൻ നൽകുകയും ചെയ്യും. വയ്യൂത്തി ഇരട്ടി നൽകുമെന്ന് പറഞ്ഞു, എന്നിട്ട് വീണ്ടും പറയുകയാണ് വയ്യൂത്തി അവൻ നൽകുകയും ചെയ്യും. മില്ലദുൻഹു അവൻ്റെ പക്കൽ നിന്ന്, മില്ലദുൻഹു അവൻ്റെ പക്കൽ നിന്ന്, അജ്റൻ അദീമ അജ്റൻ പ്രതിഫലം, അദീമ വമ്പിച്ച, അവൻ്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുകയെ, നമ്മളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇരട്ടിച്ച് തരും. എന്നിട്ട് പറയുകയാണ് അവൻ്റെ പക്കൽ നിന്ന്, അതൊന്നും അല്ല, ഇരട്ടിച്ച് തരുന്ന മാത്രമൊന്നുമല്ല, അവൻ്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം, അജ്റൻ അദീമ വമ്പിച്ച പ്രതിഫലം നൽകും. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അവന് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യം വരുന്നില്ല. അവന് ആ ചെയ്യുന്ന നന്മയ്ക്ക് അവൻ ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അവൻ്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം കൊടുക്കുന്നു. ഇപ്പം നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങി, നമ്മളൊരു തെങ്ങ് വെച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ തെങ്ങ് വെച്ചാൽ അതിൻ്റെ കായ്ഫലം നമ്മൾ ആ മുടക്കുന്നതോ അത് ചിലവാക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ ഇരട്ടിയാണോ കിട്ടുന്നത്? അല്ല. പിന്നീട് പറയുന്നു യൂത്തി മില്ലദുൻഹു അജ്റൻ അദീമ അവൻ്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം. എന്നിട്ട് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങളങ്ങ് മരിച്ചുപോയി എന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ ഇഹലോകത്ത് ചെയ്ത ഈ പ്രവർത്തനങ്ങളുടെ ആധാറുകൾ നിങ്ങൾക്ക് പരലോകത്ത്, അത് അവൻ്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നന്മ ചെയ്യാൻ തയ്യാറായി മുന്നിട്ടിറങ്ങുന്നവർ ഒന്നും നിരാശപ്പെടേണ്ട. അവർക്ക് ആ ചെയ്യുന്നതിൻ്റെ ഇരട്ടി അവൻ ഇവിടെ വെച്ച് തന്നെ കൊടുക്കും. എന്നിട്ട് അത് പോരാത്തതിന് അവൻ്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം
കാത്തിരിപ്പുണ്ട്. ഈ നന്മയുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഭൂമുഖത്തുണ്ടായത് എന്നതിനെ അടിസ്ഥാനമാക്കി. അതുപോലെ തിന്മയുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുമായിട്ട് അള്ളാഹു വരികയാണ്. ഹസരത്ത് ഖലീഫത്തുള്ള പറയുന്നത്, ഇൻഡീഡ് അള്ളാഹ് ഡസ് നോട്ട് ഡു ജസ്റ്റിസ്. തീർച്ചയായിട്ടും ഒരിക്കലും അള്ളാഹു അനീതി ചെയ്യുകയില്ല. ഈവൻ ആസ് മച്ച് as an atom's weight, അതൊരു അണുവിൻ്റെ തൂക്കത്തിന് പോലും അന്യായം ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും ഒരന്യായവും നമ്മളോട് ചെയ്യില്ല എന്നുള്ള ഒരാളെ നമുക്ക് രക്ഷകനായിട്ട് കിട്ടുകയാണെങ്കിൽ ആ രക്ഷാമാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ പോരാ. വൈൽ ഇഫ് ദെയർ ഈസ് എ ഗുഡ് ഡീഡ്, അതേസമയം നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഹി മൾട്ടിപ്ലൈസ് ഇറ്റ്, അവൻ അതിനെ പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയും. ആൻഡ് ഗീവ്സ് ഫ്രം ഹിംസെൽഫ് എ ഗ്രേറ്റ് റിവാർഡ്, അവൻ്റെ പക്കൽ നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം. അപ്പോൾ പല മടങ്ങ് നമുക്ക് ലഭിക്കും. ഇരട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു, പിന്നീട് അവൻ്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലവും. അപ്പോൾ അത് ആ മൾട്ടിപ്ലൈസ് പല മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ്. നല്ല കാര്യത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളൊരു സമുദായമായിട്ട് ഒരൊറ്റ ഇതായിട്ട് നിൽക്കണമെന്ന് പറയുന്നത്. ഒരൊറ്റ സംഘമായിട്ട് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അങ്ങനെ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സംഘത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ അങ്ങനൊരു സംഘം ഇല്ലാത്തത് കൊണ്ട് സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. പക്ഷേ നമ്മളെല്ലാവരും പല രീതിയിലായിപ്പോയി. ഇങ്ങനെ പോരാ. വിശുദ്ധ ഖുർആനെ ശരിക്കും മനസ്സിലാക്കണം. അതിനെ വിശദീകരിച്ച് തരുന്ന ഒരാൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ ഈ വചനത്തെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറത്തിൻ, ഒരണുകിട അന്യായം, അനീതി അല്ലാഹു തആല ചെയ്യുകയില്ല. വഇൻ തകു ഹസനത്തുൻ, നിങ്ങളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ യുളായിഫുഹ, അതവൻ ഇരട്ടിപ്പിച്ച് തരും. വയൂതി മിൻ ലദുൻഹു, അവൻ്റെ പക്കൽ നിന്ന് വീണ്ടും അവൻ നൽകുകയും ചെയ്യും. അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. അതുകൊണ്ട് ഇതൊരു നഷ്ടക്കച്ചവടമായിട്ട് മക്കളെ ആരും കണക്കാക്കരുത്. ലാഭക്കച്ചവടത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. പിന്നെ അവർ അല്പച്ച് ലാഭക്കച്ചവടത്തിന് വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് നിർത്തുന്നതിനേക്കാൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് കരുതുന്നുവെങ്കിൽ ഇത് അല്ലാഹ് പറയുന്നു, നിങ്ങളോട് ഒരു അനീതിയും ചെയ്യില്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും പ്രതിഫലം തരും. എന്നിട്ട് അതിനെ പല ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് അവൻ്റെ പക്കൽ നിന്നുള്ള എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടു, നന്മയോടൊപ്പം നിന്നു, നന്മയ്ക്ക് വേണ്ടി സഹായഹസ്തം നൽകി. അത് അവൻ ഇരട്ടിച്ച് തരുമെന്ന് പറയുന്നത് എന്താ സംശയം? എന്നിട്ടാണോ നിങ്ങളാരും ഇതിനു വേണ്ടി ഒരു ചായയുടെ വടയുടെ പൈസ പോലും കൊടുക്കാൻ തയ്യാറാവാതാണ്ട് പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ സഹോദരങ്ങളും ഓരോ മക്കളും ആത്മപരിശോധന നടത്തി നോക്കുക. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണയിലായിരിക്കട്ടെ നമ്മളെല്ലാവരും. ഈ സത്യപ്രസ്ഥാനത്തെ അവൻ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ എതിർത്താലും കൊടുത്തില്ലെങ്കിലും നമ്മൾ കൊടുത്തല്ല എതിർത്തും കൂടെ നോക്കി, എന്നാലും ശരി തന്നെ, ഇത് മുന്നോട്ട് പോകാതിരിക്കില്ല ഒരിക്കലും. അത് അള്ളാഹുവിൻ്റെ നിയതി ആണ്, അത് അവൻ്റെ തീരുമാനമാണ്. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണയിലായിരിക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത ഒരു ചെറിയ പുതിയ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.